എന്താണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമീപനം? ഉണ്ണിയേശു എന്ന പദപ്രയോഗം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെതിരാണത്രേ. ഉണ്ണിയേശു എന്ന വാക്ക് ഇസ്ലാമിക വിരുദ്ധമാണോ? ആര് പറഞ്ഞാലും ഉണ്ണിയേശു എന്ന വാക്ക് എങ്ങനെയാ വിരുദ്ധമാകുന്നത്? ഉണ്ണി എന്ന വാക്ക് ആർക്കൊക്കെ ഇല്ലാത്തത്? ഉണ്ണിയോടോ യേശുവിനോടോ വിമുഖത എന്നിവർ പറയണം. ഉണ്ണിയേശു പിറന്നു, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു എന്ന കാര്യം തർക്കമില്ലല്ലോ. ഉണ്ണി എന്ന വാക്ക് പല ആളുകൾക്ക് വരുന്നുണ്ട്. ഉണ്ണിമോയ് മുസ്ലിമാണ്, ഉണ്ണിമോയ് മുസ്ലിമാണ്. അപ്പൊ ഉണ്ണി എന്ന വാക്ക് അനിസ്ലാമിക ഭാഷയല്ല. യേശു എന്ന വാക്കിനോടാണോ വിമുഖത എങ്കിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്രിസ്തീയ സഹോദരന്മാർ വിളിക്കുന്ന പേരാണ് യേശു. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന യേശു എന്ന അർത്ഥത്തിൽ യേശു എന്ന വാക്ക് ആരുപയോഗിക്കാത്തത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അവർ മോശ എന്നാണല്ലോ പറയാറ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അവർ അബ്രഹാം എന്നാണല്ലോ പറയാറുള്ളത്. ആ വാക്ക് അനിസ്ലാമികമായ വാക്കല്ല, അത് അവരുടെ ഭാഷയാണ്. സുറിയാനി ഭാഷയിൽ ഏലി ഏലി ലമ്മ സബ്ബക്തനിന് ബൈബിൾ പറയുന്നില്ലേ? ഏലി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യഹോവ എന്നാണ്, അള്ളാഹു എന്നാണ്, ഇലാഹി എന്നാണ്, ഗോഡ് എന്നാണ്, ഈശ്വരൻ എന്നാണ്, കർത്താവ് എന്നാണ്, പടച്ചവൻ എന്നാണ്. അതൊക്കെ മുത്തറാദിഫായ വാക്കുകളാണ്. അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും അള്ളാഹു, ഏത് ഭാഷയിൽ പറഞ്ഞാലും ഇലാഹ്, ഈ സർവാധിപനായ പടച്ച തമ്പുരാൻ, അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ പറയുമ്പോ അവരുടെ ഭാഷയിൽ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത്. അത് അവർ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഉണ്ണിയേശുവിന് ജന്മമില്ല എന്നാണോ? ലം യലിദ് വലം യൂലദ് എന്ന് പറയുന്ന വാക്ക് ആയത്തിനെതിരാണ് അത്രേ ഉണ്ണിയേശു എന്ന് പറയുന്ന ആശയം. ഉണ്ണിയേശു എന്ന് പറയുന്ന പദപ്രയോഗം ലം യലിദ് വലം യൂലദിന് എങ്ങനെയാണ് എതിരാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് അല്ലാഹു ജനിച്ചവനല്ല, അല്ലാഹു ജനിപ്പിച്ചവനുമല്ല. അതിന്റെ അർത്ഥം ഉണ്ണിയേശു ഇല്ല എന്നാണോ? അതിനർത്ഥം അല്ലാഹു ഉണ്ണിയേശുവിനെ നിഷേധിച്ചു എന്നാണോ? യേശു ജനിച്ചു എന്നതുകൊണ്ടാണല്ലോ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ബത്ലഹേമിൽ ജനിച്ചു എന്നതുകൊണ്ടാണ് ഇസ്രായിന്റെ രാത്രിയിൽ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വഹിച്ചു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് സ്ഥലത്ത് സന്ദർശനം നടത്തിയപ്പോ ഇതേതാണ് ജിബ്രീൽ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് അവിടെ സുന്നതസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ സ്ഥലം ചോദിച്ചു, ഏതായത്? ഇത് ബത്ലഹേം എന്ന സ്ഥലമാണ്. ഇവിടെ എന്താണ്? ഇവിടെയാണ് പ്രവാചകരെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത്. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ ആദരവ് സൂചന പ്രകടിപ്പിച്ചല്ലോ, പ്രാർത്ഥന നടത്തിയല്ലോ. അപ്പൊ ജന്മസ്ഥലത്തിന്റെ മര്യാദ കാണിപ്പിച്ചു, ജന്മത്തോട് ആദരവ് പ്രകടിപ്പിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മത്തെ ബഹുമാനിച്ചു, ആ സ്ഥലത്തെ ബഹുമാനിച്ചു. അതിനെ സംബന്ധിച്ചുകൊണ്ട് ഉണ്ണിയേശുവിന്റെ ജന്മം എന്ന് ആ ക്രൈസ്തവ മതവിശ്വാസികളുടെ ആചാരത്തിന്റെ, അവരുടെ വിശ്വാസത്തിന്റെ, അവരുടെ ആഘോഷത്തിന്റെ കാര്യമായിക്കൊണ്ട് അത് പറയുന്നത്, ഉദ്ധരിക്കുന്നത്, ഇക്കാര്യം ചെയ്യുന്നത് എവിടെയാണ് കൂട്ടരെ? ലം യലിദ് വലം യൂലദ് എന്നതിനെതിരാവുന്നത്. പണ്ഡിത ശ്രേഷ്ഠന്മാർ പറയണം. ആ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഇത്തരം ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്നത് ശരിയല്ല.